സങ്കീർത്തനം 119:83. പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. തുരുത്തി എന്നത് പഴയകാലത്ത് വെള്ളവും വീഞ്ഞുമൊക്കെ ശേഖരിച്ചു വയ്ക്കാനുള്ള മൃഗത്തോല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുപ്പികളാണ്. ചെറുതും വലുതുമായ തുരുത്തികൾ അക്കാലത്തെ മനുഷ്യരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. തുരുത്തിയാക്കിയെടുക്കാനുള്ള പല ഘട്ടങ്ങളിലൂടെ തോൽ കടന്നു പോകണം. കാലം ചെല്ലുന്തോറും തുരുത്തിയുടെ ബലം കുറഞ്ഞു വരികയും ഒടുവിൽ ഉപയോഗശൂന്യമാവുകയും ചെയ്യും. പുകയത്ത് വെച്ച തുരുത്തി പോലെ എന്ന പ്രയോഗം പല ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നു. ഒരു പുതിയ തുരുത്തിയെ പാകപ്പെടുത്തിയെടുക്കാൻ കുറേ കാലം പുകയത്ത് വെക്കുമായിരുന്നു എന്നതാണ് ഒന്നാമത്തെ ആശയം. ദീർഘകാലം പ്രയോജനപ്പെടണമെങ്കിൽ ഈ സാഹചര്യത്തെ അഭിമുഖീകരിച്ചേ മതിയാവൂ. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ദീർഘകാല പദ്ധതിയുടെ തുടക്കമാകാം ഇന്നത്തെ കഷ്ടതകൾ. രണ്ടാമത്തെ ആശയം, ചില സന്ദർഭങ്ങളിൽ വീഞ്ഞ് വേഗം വീര്യമുള്ളതാകേണ്ടതിന് തുരുത്തിയിലാക്കി തീയുടെ മുകളിൽ തൂക്കിയിടുമായിരുന്നു. ഇന്നത്തെ പ്രയാസങ്ങൾ നമ്മുടെ ഉള്ളിലെ കഴിവുകളെ വേഗത്തിൽ പാകപ്പെടുത്തിയെടുക്കാനുള്ളതാകാം. ഫലപൂർണ്ണാവസ്ഥയിലെത്തുമ്പോൾ അവിടെ നിന്ന് പുറത്തെടുക്കും. മൂന്നാമത്തെ ആശയം, തീരെ പഴകിയ തുരുത്തികളെ എവിടെയെങ്കിലും പ്രയോജനപ്പെടുത്തേണ്ടതിന് പുകയിൽ വെച്ച് കുറെ കൂടെ കട്ടിയുള്ളതാക്കുമായിരുന്നു. ആ തുരുത്തികൾ തീരെ കറുത്ത് ചുളിവുകൾ കൊണ്ട് നിറഞ്ഞ് വല്ലാത്ത സ്ഥിതിയിലായിരിക്കും. എങ്കിലും യജമാനൻ അതിനെ ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. നമ്മിൽ എന്തെങ്കിലും പ്രവൃത്തി ശേഷിക്കുന്നു എന്നതിൻ്റെ ഉറപ്പാണ് ഇന്നത്തെ ശോധനകൾ. ഇത്രയും വേദനാജനകമായ അവസ്ഥയിലും ദൈവകൽപ്പനകളെ മറക്കുന്നില്ല എന്ന പ്രസ്താവന ദൈവത്തിലുള്ള പ്രത്യാശയുടെയും ആശ്രയത്തിൻ്റെയുമാണ്. ഞാൻ ഇത്രമേൽ വേദനകളിലൂടെ കടന്നു പോകുന്നെങ്കിലും ദൈവം എന്നെ പ്രയോജനപ്പെടുത്തുമെന്ന പ്രതീക്ഷയുള്ളതിനാൽ, ഇതെല്ലാം നന്മയ്ക്കായി തീരുമെന്ന് വിശ്വാസമുള്ളതിനാൽ എന്തൊക്കെ സംഭവിച്ചാലും ദൈവകൽപ്പനകൾ ഞാൻ മറക്കുകയില്ല എന്ന് സമർപ്പിക്കുന്നു. ഏത് തീച്ചൂളയുടെ മുമ്പിലും ദൈവത്തെ മറക്കാതെ, വചനങ്ങളെ ഉപേക്ഷിക്കാതെ കൃപയിൽ നിലനിൽക്കാൻ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.